അതുപോലെ വീടാണ്. പെരിഞ്ചീരകം, കുറച്ച് കരയാമ്പു, 2 കഷ്ണം പട്ട, 3 തക്കോലം, കുറച്ച് ഏലക്ക, നമ്മൾ ബേക്കിൽ വെച്ചിട്ട് 1.25 മണിക്കൂറായിട്ടുണ്ട്. ഇത് നമുക്കത് എടുത്തു നോക്കാം, കഴിക്കാന്നിട്ട് ടേസ്റ്റ് നോക്കാം. അത് എന്റെ പ്ലേറ്റ് നല്ല കണ്ണ് ബൾബ് പോലെ ഇപ്പൊ പൊട്ടു. ഹായ്, ആലൂട്ടൻസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കണത്. അപ്പം നമ്മളൊരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വെച്ച് അതിന് വേണ്ടിയിട്ട് ഒരു ഫിഷൊക്കെ രാവിലെ പോയി ഒരു വലിയ മീനൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം വലുതാ. എത്ര കിലോ ഉണ്ട് പോലെ? ഇത് 3.25 4 കിലോ ഉണ്ട്. 4 കിലോ ഉണ്ടല്ലേ. ബ്ലൂ വരാഹു എന്ന് പറഞ്ഞിട്ടൊരു മീനാണ്. അപ്പൊ ഇതുകൊണ്ട് നമ്മളൊരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കാൻ പോയി. അപ്പൊ അത്യാവശ്യം നല്ല മീനാണ്. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ബീഫ് ഫ്രൈഡത് നമ്മളെ സംബന്ധിച്ച് 1400 പേരൊക്കെ കാണുന്ന പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ വ്യൂസ് പോയതാണ് അത്. ഷോർട്സ് അല്ല, അല്ലാണ്ട് മെയിൻ വീഡിയോ ആയിട്ട്. അപ്പൊ അതെന്തായാലും വളരെ സന്തോഷമായി. കണ്ടവർക്കൊക്കെ ഒത്തിരി താങ്ക്സ്. വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദി. അതിൽ കൂടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെയും പുതിയത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും കുക്കിംഗ് ഇഷ്ടമുള്ളവരൊക്കെ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്ത് സഹായിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ, അല്ലേ? അതെ. അപ്പൊ നമുക്ക് മീൻ വൃത്തിയാക്കി പീസാക്കി വരാം. എന്നിട്ട് മസാല പുരട്ടി വെക്കാം 2 മണിക്കൂർ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബിരിയാണിയുടെ കാര്യം. ബിരിയാണി എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ വലിയ പാടാണത് ഉണ്ടാക്കാൻ. ഭയങ്കര ഞാൻ ഉണ്ടാക്കിയാൽ ശരിയാവില്ല അങ്ങനെയൊക്കെ തോന്നും ചിലവർക്ക്. പക്ഷെ 1-2 ഐറ്റം സെറ്റായി കഴിഞ്ഞാൽ പിന്നെ വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒന്നാമത്തെ മെയിനായിട്ടുള്ളത് റൈസിന്റെ കാര്യം. റൈസ് കുഴഞ്ഞു പോകരുത്. റൈസ് കുഴഞ്ഞാൽ അത് അത്ര ക്ലിയർ ആയില്ല. അല്ലാതെ റൈസ് വിട്ട് നിൽക്കുന്ന പരുവത്തിന് അതാക്കി എടുക്കുക. പിന്നെ അതിലിടേണ്ട മീനാണെങ്കിൽ മീനിൻ്റെ മസാല, മീറ്റാണെങ്കിൽ മീറ്റ് അതിൻ്റെ മസാല, അത് രണ്ടുമാണ് ക്ലിയർ ആകേണ്ടത്. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഐറ്റംസ് വറുത്തും കൂടെ ഇട്ടാൽ ബിരിയാണി ഓക്കെ ആയി. ഇതെല്ലാം കാണിച്ചു തരാം. ഓക്കെ. ഈ മീനെന്ന് പറഞ്ഞാൽ അധികം ക്ലീൻ ആക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലാത്ത മീനാണ്. പിന്നെ മാംസം കൂടുതലുണ്ട്. പിള്ളേർക്കൊക്കെ നമുക്ക് ഇപ്പോൾ വറുത്തൊക്കെ ആയാലും കൊടുക്കാനായിട്ടൊക്കെ നല്ല ഒരു മീനാണ്. ബാക്കിയുള്ളതിനൊക്കെ മുള്ളും കാര്യങ്ങളും കൂടുതലുണ്ടാകും. നമ്മൾ ടെൻഷൻ അടിക്കേണ്ടി വരും പിള്ളേർക്ക് കൊടുക്കുമ്പോഴേ. കൊച്ചു കുട്ടികളുള്ള കാര്യമാണ് കേട്ടോ പറയുന്നത്. നമ്മളെ പിള്ളേരൊക്കെ വലുതായി. ക്ലീൻ ചെയ്യാതെടുക്കാൻ നല്ല ഇതാണ്. കട്ട് ചെയ്യാൻ അല്ലെ, ഉടയാണ്ട് കിട്ടും മീൻ. മുള്ളിനധികം കട്ടിയില്ലാത്ത മീനാണ്. മീനിൻ്റെ ചെതുമ്പല് എല്ലാം കളഞ്ഞിട്ടുണ്ട്. വലിയ പാടൊന്നുമില്ല. അത്യാവശ്യം ഇത് ഇപ്പോൾ കത്തി കൊണ്ടാണ് എല്ലാം കളഞ്ഞത്.
ഇവിടെ മീൻ ക്ലീൻ ചെയ്യാൻ അറിയാൻ പലത് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇത് മീൻ കണ്ടിട്ട് നമ്മൾ പേടിക്കൊന്നും വേണ്ട, മതി അതൊക്കെ സൂക്ഷിച്ച് ഇതിൻ്റെ തൊലി പോകാതെ പതിയെ ഇങ്ങനെ ഉരച്ചുരച്ച് കളഞ്ഞെടുത്താൽ മതി. ഇതിപ്പോൾ ഓൾ സെറ്റായി. ഇനി കഴുകി വൃത്തിയാക്കി എടുക്കുക. ഓക്കെ. ഇതിപ്പോൾ മീൻ മൊത്തം നമ്മൾ കഴുകി ഇതൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് മസാല പുരട്ടി വെക്കാം. ഓക്കെ, കട്ട് ചെയ്യാൻ പോണേ. അപ്പം നമ്മൾ ബിരിയാണിക്കുള്ള പീസ് ഇങ്ങനെയാക്കിയാണ് എടുക്കണത് കേട്ടോ, ഒരു ഷേപ്പിൽ. ഇതൊന്ന് കാണിച്ചു കൊടുത്ത് കട്ട് ചെയ്യണത്. ഇത് ഇങ്ങനെ വട്ടം മുറിച്ച പീസ്, അതിനകത്ത് എന്ത് ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതാണ് നമ്മൾ ബിരിയാണിക്ക് ഇടുന്ന പീസ്. ഓക്കെ, ഇതങ്ങോട്ട് വറുത്ത് നമ്മൾ മാറ്റി വെക്കും. അത് നമ്മൾ കറി ഉണ്ടാക്കാനായിട്ട് എടുക്കും. തുടക്കി ഇട്ടാൽ അത് ഇത്തിരി റിച്ചായി പോവും. നമുക്ക് അത്രയും വേണ്ട, നമുക്ക് ഇത് മതി. ഇത്രയും അത്യാവശ്യം വലിയ പീസാണത്. അതെ, അത് മതി. വലിയ പീസാണ് കേട്ടോ. അപ്പം നമ്മുടെ മീൻ കട്ട് ചെയ്ത് വന്നപ്പോൾ നമുക്കിത് ഇത് ആദ്യം ഇത് കാണിച്ചു ബിരിയാണിയുടെ പീസ്. ഇത് നമ്മളൊരു 10-12 കഷ്ണത്തോളം വെച്ചിട്ടുണ്ട്, വലിയ പീസ്. പിന്നെ അതിനകത്തുനിന്ന് ചെറുത് കിട്ടിയത് നമ്മളിപ്പോൾ ഇത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കുന്നത് നമുക്കൊരു കറിക്ക് പിന്നെ അല്ലേ. അപ്പം നമ്മളിതേ 12 കഷ്ണം മീൻ ഇങ്ങനെ ബിരിയാണിക്ക് പറ്റിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ട, ഇത് മതി, അത്യാവശ്യം നല്ല വലിയ പീസാണ്. ഇനി അതിലോട്ട് നമുക്ക് മസാല പുരട്ടി വെക്കണം. അതിന് വേണ്ടിയിട്ട് ഉപ്പ്, ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ നേരത്ത് ഇത് ഉറപ്പായിട്ട് ഇടണം. ഇത് ഈ ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റ് ഇടണം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഇത് മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് അത്, മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ വിനാഗിരി ഒഴിക്കണം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, ഇനി ഇത്തിരി വേപ്പിലയും കൂടെ ഇടണം കേട്ടോ. തിരുമ്മി അതും കൂടെ ഇട്ട് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ എന്നിട്ടൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അസാധ്യ സ്മെല്ലായിരിക്കും സാധനം വറുത്ത് കഴിഞ്ഞാൽ. അപ്പം നമുക്ക് അതെല്ലാം വിടാം. മീനെല്ലാം നല്ല രീതിയിൽ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനൊരു 2 മണിക്കൂർ അങ്ങോട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കാൻ പോയി. അത് കഴിഞ്ഞ് നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം മീനകത്ത് വീടാണ് അലൂമിനിയം ഫോയിൽ പൊതിഞ്ഞ് അങ്ങോട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കാം. അപ്പോൾ പിന്നെ അലുമിനിയം ഫോയിൽ എടുക്കണം. മൂടിയുള്ളവർ മൂടി വെച്ചാൽ മതി. ഇനി അലുമിനിയം ഫോയിൽ തപ്പി പോകണ്ട. ഓക്കെ, 2 മണിക്കൂർ ഫ്രിഡ്ജിലോട്ട് വെക്കാം. അപ്പം നമ്മൾ മീനൊക്കെ പുരട്ടി വെച്ചിട്ട് ഇപ്പം 2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പതിയെ പണി തുടങ്ങാം. അപ്പം അതിന് മുമ്പായിട്ട് അരി കഴുകി ഒരു അരമണിക്കൂറെങ്കിലും വെക്കണേ. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഇന്ത്യ ഗേറ്റിൻ്റെ ഈ അരിയാണ്. അപ്പം നമുക്കൊരു 8 ഗ്ലാസ് ഇടാം.
ഓക്കെ 8 ഗ്ലാസ് ഇട്ടൊരു 4 പ്രാവശ്യം അരി കഴുകിയെടുക്കണം. എടുത്ത് അരമണിക്കൂർ വെക്കണം. ഇപ്പം 8 നാഴി അരി എടുത്തിട്ടുണ്ട്. ഇനി അതൊരു 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കാം. കഴുകിയെടുത്ത് അരമണിക്കൂർ വെക്കാം. ഓക്കെ, അപ്പം നമുക്ക് മീൻ വറുത്ത് തുടങ്ങാം. എന്നാൽ അതിന് വേണ്ടിയിട്ട് ഇതേ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഉരുളിയുടെ അകത്ത് മീനിൻ്റെ മസാല ആക്കണം. എന്നിട്ട് ചോറ് വേവിച്ചിട്ട് ചെമ്പിനകത്ത് സെറ്റ് ചെയ്തെടുക്കും. അതാണ്, അങ്ങനെയാണ് ഇന്നത്തെ ബിരിയാണി. ഓക്കെ, നമ്മുടെ മീൻ തുറന്നു നോക്കാം. ഒരു 2 മണിക്കൂറായിട്ടുണ്ട്. പിള്ളേരെയൊക്കെ വിളിച്ച് കഴിഞ്ഞ് വന്നിട്ടാണ് എടുത്തത്. ആഹാ, ആ ജിഞ്ചർ ഗാർലിക്കിൻ്റെ ആ ഒരു പവറുണ്ട് അതിന്. അതിൻ്റെ നല്ല ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. അതിൻ്റെ പുറത്തോട്ട് വേണം മീനെടുക്കാം. ഇനി നമുക്ക് മീൻ ഓരോന്നും അങ്ങനെ ഇട്ട് കൊടുക്കാം. നാലെണ്ണം ഇടാം. അപ്പോൾ 3 ട്രിപ്പ് കൊണ്ട് പരിപാടി കഴിയും. ഓക്കെ, മീൻ അവിടെ ഇരുന്ന് ഫ്രൈ ആകട്ടെ. ഇനി നമുക്കിത് ഇവിടെ അരിയാനുണ്ട്, ഐറ്റംസ് ഉണ്ട്. അതൊക്കെ ടൈമിന് അരിഞ്ഞെടുക്കണം. 2 തക്കാളി, 3 പച്ചമുളക്, 5 സവാള ഇത്രയുണ്ട്. ചെറുതായതുകൊണ്ട് ഇത്ര എടുക്കണം. അതിൽ നമുക്ക് ബിരിയാണിക്ക് വേണ്ടി വറുത്തിടാനുള്ള സവാളയും പിന്നെ മസാലക്കുള്ള സവാളയും പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പുതിന, മല്ലിയില, ഇതെല്ലാം അരിഞ്ഞു വരാം. ഓക്കെ, നല്ല കിടിലൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോണത്. ഇന്നാരാണ് ഇവിടെ വന്നതെന്നറിയില്ല. അന്ന് അവർക്ക് കൊടുക്കുന്നതാണ്. ആരെയും വിളിച്ചൊന്നും പറയില്ല. അന്ന് വരുന്ന യാദൃശ്ചികമായിട്ട് വരുന്നവർക്ക് അന്നത്തെ ഇത്. പച്ചമുളക് നീളത്തിൽ തന്നെ അരിഞ്ഞണം. അല്ലെങ്കിൽ ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ ഇത് ഇങ്ങനെ അരിഞ്ഞിട്ടാലേ പിള്ളേരൊക്കെ അറിയാണ്ട് എടുത്ത് കഴിച്ചാൽ ശരിയൊന്നും വേണ്ടി പിന്നെ കഴിക്കുകയല്ല. അതുകൊണ്ട് ഇങ്ങനെ ഇട്ടാൽ അത് കണ്ടാൽ എടുത്ത് മാറ്റാൻ സുഖമായിരിക്കും. സവാള അരിയണ കണ്ടപ്പോൾ മഹിമയ്ക്കൊരു ഡൗട്ട്. ഇതിൻ്റെ ഇത് അടിവശം മൊത്തം മുറിഞ്ഞിട്ടില്ലെന്നേ. അത് കാണിച്ചു കൊടുത്തതാണ്. അത് കാണിച്ചു കൊടുത്ത് കണ്ടില്ല, എല്ലാം വിട്ട് നോക്കി ഉണ്ട്. ഏതാണ് ഇടാത്തത് എന്താ? അത് എണ്ണയിട്ടങ്ങടെ ആയി കഴിയുമ്പോൾ സംഭവം സെറ്റായിക്കോളും. ഇത് നമുക്ക് മീനൊന്നും മറിച്ചിടാം കേട്ടോ. കരിഞ്ഞു പോകാതെ നല്ല കണ്ടിട്ട് നാട്ടിലൊക്കെ പരിപാടി സ്ഥലത്ത് സവാള ചെയ്യണത് ഇങ്ങനെ വെച്ചിട്ട് ഫുൾ സവാള ഇങ്ങനെ കട്ടാക്കിയൊന്നല്ലേ, ഇങ്ങനെ ചെയ്യും. ഇങ്ങനെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ചരിച്ചു പോയി. എനിക്ക് ലാസ്റ്റ് എത്തുമ്പോൾ പേടിയാ കൈ മുറിയോന്ന് നോക്കി. ഓക്കെ, അപ്പോൾ മീൻ ഇങ്ങനെ തിരിച്ചും മറിച്ചു വിട്ട് 2 ദിവസം നന്നായിട്ട് മുരിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ മീൻ ഏകദേശം ആയിട്ടുണ്ട്. അത്യാവശ്യം വലിയ പീസാണ്. വലിയ പീസ് അത് മതി. എന്നാ ഓവർ വലുതാക്കി ഇപ്പോൾ പിള്ളേർക്കൊക്കെ കൊടുക്കണമെങ്കിൽ അത് വേസ്റ്റ് ആവും. ഇത് നമ്മൾ മീനിൻ്റെ മസാല ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം നമ്മൾ എണ്ണ ചേഞ്ച് ചെയ്യണില്ല. നല്ല ഫ്ലേവറൊക്കെ ഉള്ള എണ്ണയില്ല. അപ്പോൾ അതിലോട്ട്
കരിഞ്ഞിട്ടൊന്നുമില്ല. കരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എണ്ണ ചേഞ്ച് ചെയ്ത് തന്നെ. ഇപ്പോൾ ഇത് നല്ല എണ്ണയാണ്. അതിലോട്ട് നമുക്ക് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. നിന്റെ മസാലയല്ലേ, അപ്പോൾ നല്ലതാണ്. ഇനി അതിലോട്ട് സവാള, പിന്നെ ഒരു 3-4 പച്ചമുളക്, പിന്നെ കുറച്ച് കറി ലീവ്സ് എല്ലാം കൂടെ നമുക്ക് കൊടുക്കാം. എന്നിട്ട് പിന്നില്ല ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആയതുകൊണ്ട് ഈ സവാള ഒന്ന് ചെറുതായിട്ട് വാടിക്കഴിഞ്ഞിട്ട് നമുക്ക് അതിട്ട് കൊടുക്കാം. നല്ല മണമുണ്ട്. ഞാൻ ചെറിയൊരു കഷ്ണം പൊടിഞ്ഞത് ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല നല്ല ടേസ്റ്റാണ്. നമ്മുടെ മസാല അതെപ്പ ഞാൻ അറിഞ്ഞില്ലല്ലോ. അല്ല, ഒരു ചെറിയ കഷ്ണം വിട്ടുപോയി. വിട്ടതല്ല, വിടിയിപ്പിച്ചതാ. ഇനി മസാലയൊക്കെ കയറി വരുമ്പോ പിന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, മീനിപ്പോൾ ഇത് പൊടിയാതെ ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. എന്നാലേ നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ ഒരു പവർ ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ പൊട്ടി ഉടഞ്ഞൊക്കെ കിടക്കുകയാണെങ്കിൽ ശരിയായില്ല. ഇനി നമുക്ക് ഈ സവാളയിലോട്ട് സവാളയ്ക്ക് ആവശ്യത്തിലുള്ള ഉപ്പിട്ട് കൊടുക്കാം. മീനിനൊക്കെ ഉപ്പ് കറക്റ്റാണ്, കൂടിപ്പോരുത്. ഇനി റൈസിൻ്റെ ഉപ്പും കൂടെ സെറ്റ് ചെയ്താൽ ബിരിയാണിയുടെ ഉപ്പ് കറക്റ്റായിരിക്കണം. ഓക്കെ, ഇനി ഒന്ന് വാട്ടിയെടുക്കാം. ഇനി നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. കുറച്ച് കൂടുതൽ കിടന്നോട്ടെ. അപ്പോൾ ഒരു തക്കാളി അരിഞ്ഞത് അതും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അങ്ങോട്ട് വാടിക്കഴിയുമ്പോൾ നമുക്ക് കുറച്ച് പൊടിയും കൂടെ ഇട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി. ചെറിയ സ്പൂണിലാണ് ഇടുന്നത്, മതി. കരിയാതെ നോക്കുക പൊടി. ഗരം മസാല, നമ്മുടെ ബീഫ് ഫ്രൈ ഒക്കെ ഇട്ട് സംഭവം. കുരുമുളക് പൊടി കുറച്ച്, നന്നായിട്ടൊന്നും എല്ലാം ഒന്ന് അരിയട്ടെ. നന്നായിട്ട് മസാല സെറ്റായിട്ടുണ്ട്. പച്ച മണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ഇതിലോട്ട് അടുക്കി കൊടുക്കാം. ഇനി ഈ മസാല അതിൻ്റെ പൊക്കത്തോട്ട് ഇട്ട് കൊടുക്കുക. മസാലയിൽ നന്നായിട്ട് അങ്ങോട്ട് മീനിലോട്ടൊക്കെ അങ്ങോട്ട് പിടിക്കട്ടെ. കുറച്ച് മല്ലിയില ഇതിൻ്റെ പൊക്കത്തോട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് അടച്ചു വെക്കാം. അപ്പം നമ്മുടെ മസാല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെക്കാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കോക്കനട്ട് ക്രീം ഇട്ട് എടുക്കാനാണെങ്കിൽ ഈ ടൈമിന് കുറച്ചിട്ട് ചുറ്റിച്ചെടുത്താൽ മതി. തിളപ്പിക്കാതെ എടുത്താൽ നല്ല സൂപ്പർ കറിയാണിത്. ഇതിപ്പോൾ നമ്മൾ ബിരിയാണിക്ക് വെച്ചത്. ഓക്കെ, ഇനി അടച്ചു വെക്കാം. അവിടെ അപ്പം നമ്മളിത് കുറച്ച് കശുവണ്ടിയും മുന്തിരിയും പിന്നെ സവാളയൊക്കെ വറുത്ത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുകയും അണ്ടിപ്പരിപ്പ് കുറച്ച് കൂടുതൽ വറക്കാനുണ്ട്. എന്താന്ന് പറഞ്ഞാൽ പകുതിയേ കിട്ടുള്ളൂ. പിള്ളേര് എല്ലാവരുടെയും വീട്ടിലുള്ളതല്ല, ഓരോരുത്തർ പെറുക്കിക്കൊണ്ട് പോകും.
ഈ 2 ഐറ്റംസ് വറുക്കുമ്പോൾ ഇച്ചിരി കൂടുതൽ വെക്കണം, അല്ലെങ്കിൽ നമുക്ക് റൈസിലിടാൻ ലാസ്റ്റ് ഉണ്ടാകിയല്ല. അപ്പോൾ ഞങ്ങളായാലും ഇപ്പോൾ ഇടയ്ക്കിടത്തല്ലേ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും. എന്താണ് ഇടയ്ക്ക് കൈ അങ്ങോട്ട് പോകണുണ്ടല്ലോ. അത് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ അങ്ങോട്ടൊന്ന് തിരുമ്മി അങ്ങനെ ഇടുക. അത് നന്നായിട്ട് അടന്ന് ഫ്രൈ ആയി എടുക്കുക. ഈ സവാളയ്ക്കും കുറച്ച് ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഓക്കേ. വീഡിയോഗ്രാഫറുടെ ഒരു പണിയേ. എന്താണ് കൊളരണ്ടേ? വേറെ പ്രത്യേകിച്ച് പരിപാടി. ഓക്കെ. അപ്പം നമ്മളിത് റൈസ് വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. സമയം കളയണില്ല. എന്താണെന്ന് അപ്പുറത്ത് സവാള വറുക്കണുണ്ട്, അതിൻ്റെ കൂടെ തന്നെ അരിക്കുള്ള ഇത് വെച്ചിട്ടുണ്ട്. ഇത് തിളച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നെയ്യും എണ്ണയുടെ അകത്ത് വാട്ടിയിട്ടാണ് സാധാരണ എണ്ണ, പക്ഷേ ഇത്തിരി അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലോട്ട് തന്നെ അത് ഇട്ട് കൊടുക്കുകയാണ് തിളക്കാറാവുമ്പോൾ. ഓക്കെ. അപ്പം നമ്മുടെ വെള്ളം ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഇടാനായിട്ട് കുറച്ച് സ്പൈസസ്, കുറച്ച് പെരിഞ്ചീരകം, കുറച്ച് കരയാമ്പു, 2 കഷ്ണം പട്ട, 3 തക്കോലം, കുറച്ച് ഏലക്ക, 2 ബേ ലീഫും അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അവിടെ കിടന്ന അതിൻ്റെ ആ ഫ്ലേവറൊക്കെ അങ്ങോട്ട് കയറി പിടിക്കട്ടെ. അപ്പോൾ ആവി വന്നിട്ട് നമ്മുടെ സ്പൈസസിൻ്റെ ഒക്കെ നല്ല ഒരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി അതിലോട്ട് നമുക്കിത് കുറച്ച് നെയ്യ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് അതിൽ അങ്ങോട്ട് ഇതായിക്കോളും, സെറ്റ് ആയിക്കോളും. ഇനി റൈസ് ഇട്ടിട്ട് ഒരു സാധനം കൂടെ ഒഴിക്കണം. ഇനി ഉപ്പിടണം, നാരങ്ങ നീര് ഒഴിക്കണം. നമുക്ക് അത് കുറച്ച് നേരം കൂടെ മൂടി വെക്കാം. അപ്പം നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കണ്ട. ഇനി അതിലോട്ട് നമുക്ക് ബിരിയാണി റൈസ് ഇട്ട് കൊടുക്കാം. കാണിച്ചു വരുമ്പോ ശരിയായി. ഇതിപ്പോ നമ്മള് വെള്ളത്തിൽ അരി ഇട്ടിട്ട് അത് വെന്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ ഊറ്റിയെടുക്കുകയാണ്. അല്ലാതെ ഇടണമെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇന്നിപ്പോൾ നമ്മൾ ഇങ്ങനെ കോരിയെടുക്കാൻ വേണ്ടിയിട്ടാണ്, വാർത്തെടുക്കാൻ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ അത്ര അരിക്കുള്ള ഉപ്പിട്ട് കൊടുക്കണം. കൂടിപ്പോകരുത്, ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് ചോറ് കൊടുക്കാമല്ലേ. ഇനി നാരങ്ങാനീര് ഒഴിക്കണത് ചോറ് ഒട്ടിപ്പിടിക്കലെന്നൊക്കെ പറയണേ, എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഒഴിക്കണുണ്ട്, ഞാനെപ്പോഴും ഒഴിക്കാറുണ്ട്. അതും പറയാം. മൂടി വെക്കാം. അപ്പം നമ്മുടെ ചോറൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് കോരിയിടാം. അതിനു വേണ്ടിയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇത് കോരിയെടുക്കാനാണ്, വെള്ളം പറ്റിച്ചെടുക്കാനല്ല. ചോറൊക്കെ സെപ്പറേറ്റ് ആയിട്ട്. അതാണ് നാരങ്ങ നീര് ഒഴിച്ചതിന്റെ ഗുണമെന്ന് തോന്നുന്നുണ്ട്. കട്ട കിട്ടിയാൽ കുറച്ചാകുമ്പോ നമുക്ക് ചെമ്പിലോട്ട് കൊണ്ടിടാം. അയ്യോ ആവിയാ ആവി പൊക്കോട്ടെ. ചോറിനിപ്പുണ്ട്. ചെമ്പിലോട്ട് ഈ സവാളയൊക്കെ ഇട്ട് കൊടുക്കാം. സവാള, കുറച്ച് കിസ്മിസ്, കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച്
മല്ലിയില, കുറച്ച് പുതിന എല്ലാം ഇട്ട് ഇനി ഒരു പൊടിക്ക് ചോറും കൂടെ ഇട്ട് അതിൻ്റെ പുറത്ത് നമുക്ക് മീനടുക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്ത് വേണം മീൻ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ആഹാ, നമുക്ക് 2 ലെയറായിട്ട് മീൻ ഇടാം അല്ലേ? ഏറ്റവും മേളിലിടാം, കാരണം മീനായതുകൊണ്ട് നമുക്ക് പൊടിയാതെ കിട്ടണ്ടേ ഇങ്ങോട്ട്. വെറുതെ കയറി എന്തേലും പറ്റ് കാര്യമില്ല കേട്ടാ. ഒന്ന് ചോദിച്ചെന്നും പറഞ്ഞിട്ട് ഓക്കെ. ചോട്ടോട്ടെ, വീണ്ടും റൈസ് ഇട്ട് കൊടുക്കുക. മല്ലിയില ഇങ്ങനെ പോലെ ലെയറായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് പുതിന, കുറച്ച് കാഷ്യൂ, നെയ്യ് കുറച്ച് വെച്ചോ. കുറച്ച് ചോറ് ഇട്ടോ കേട്ടോ. ഇനി ആ നെയ്യും സാധനം കൊടുത്തുണ്ടോ. ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. സാധാരണ നമ്മൾ ഇത്തിരി കളറിന് വേണ്ടി മഞ്ഞപ്പൊടിയുടെ ഇത് ഇടുന്നതാണ്. ഇപ്പം ഇതിലിട്ടില്ല. അപ്പോൾ ഇത് ആ മസാലയുടെ കളർ കയറി വരട്ടെന്ന് ഓർത്ത്. ഇനി നമുക്ക് മീനടുക്കി കൊടുക്കാം. രണ്ടാമത്തെ സെറ്റ് മീൻ. അപ്പോൾ നമുക്ക് ഇതൊരു 1 മണിക്കൂർ ഗ്രില്ലിനകത്ത് ബേക്കിലിട്ട് വെക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് നോക്കാം. നേരത്തെ ഓണാക്കിയിട്ടായിരുന്നു. നല്ല ചൂടാ. 1 മണിക്കൂർ കഴിയുമ്പോൾ ഓക്കെ. അപ്പോൾ നമുക്ക് 1 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് ബിരിയാണി ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പം നമ്മളത് ഇതിനകത്ത് നമ്മൾ ബേക്കിൽ വെച്ചിട്ട് 1.25 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കത് എടുത്തു നോക്കാം, കഴിക്കാൻ, എന്നിട്ട് ടേസ്റ്റ് നോക്കാം. കൈവെള്ളല്ലോ കേട്ടാ. അതാ നല്ല ചൂടായിട്ട് ഞാൻ നോക്കി, കുറച്ച് മുമ്പ് നോക്കി, ആവി വരുന്നുണ്ടായിരുന്നു നന്നായിട്ട്. അപ്പൊ ഞാൻ ഓഫ് ചെയ്ത് വെച്ചു. കണ്ടാ, ഇങ്ങനെ എടുക്കാം. ഓടിയതല്ല, ബിരിയാണി ചെമ്പിന് ചുറ്റും വട്ടമിട്ട് പറക്കുകയാണ് എല്ലാവരും. ഹൈ ഹൈ, അടിപൊളി അടിപൊളി. ഞാൻ ഇതെടുക്കട്ടെ. ഇനി നമുക്ക് ഇത് മാറ്റിയേ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ഫിഷ് എടുക്കണമല്ല നമുക്ക്. അതും ഇതുമായിട്ട് ഇങ്ങനെ ഉണ്ടാ നല്ല ചോറിന്റെ പ്രത്യേകത കണ്ട. ചോറ് കട്ട കെട്ടാണ്ട് ഇങ്ങനെ ഇരിക്കണം ബിരിയാണി. കട്ട കെട്ടരുത്. ഈ റൈസ് നല്ല റൈസ് ആയിരുന്നു. കൊണ്ടുവാ. ഇനി നമുക്ക് ഒരേ പ്ലേറ്റിലോട്ട് ആക്കാം. ഒരു പീസും മസാലയും ഞങ്ങൾ പൊത്തി
കാണിച്ചേ അനക്കല്ലേ പ്ലേറ്റ്. അത് എന്റെ പ്ലേറ്റ്. എന്താണ് അടുത്താക്ക് പീസിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. പീസൊക്കെ നല്ല കൃത്യമായിട്ട് കിട്ടും. സംഭവമാണ്. കറക്റ്റ് ഫോളോ ചെയ്താൽ മതി ഇത് ഫിഷ് ബിരിയാണി. ടേസ്റ്റ് മാത്രം നോക്കിയാൽ പ്ലേറ്റ് എനക്കല്ലേ. ഓക്കെ. കണ്ട വാവ് വാവ് ചൂട് ബിരിയാണി, ഫിഷ് ബിരിയാണി. അപ്പോൾ അതേ എല്ലാവർക്കും 5 പേർക്കും എടുത്ത് എല്ലാവർക്കും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി ഞാൻ അതിന് മുമ്പ് ടേസ്റ്റ് ചെയ്യാം. പിള്ളേർക്കൊക്കെ ജലദോഷവും ഇതൊക്കെ ഇതുകൊണ്ടേ അവർക്ക് വരാനായിട്ടൊക്കെ ഒരു മടി. ഇത്തിരി സലാഡ് എടുത്ത് ഇത് നാരങ്ങാച്ചാർ നമ്മൾ ഇട്ടത് തന്നെയാണ് കേട്ടോ. നാരങ്ങാച്ചാർ ഒരെണ്ണം എന്തായാലും വെക്കാം. നാരങ്ങാച്ചാർ വേണം. ഇന്നസെന്റ് പറയൂ, ഇന്നസെന്റ് സിനിമയിൽ പറയണ്ടല്ല നാരങ്ങാച്ചാർ തൊട്ടുകൂട്ടി ഇതിന്റെ ആ മട്ടിപ്പ് മാറും. പിന്നെ അപ്പൊ ഞാൻ നോക്കട്ടെ. കണ്ട കണ്ട ഇതാണ് കണ്ട ചോറ് വിട്ടുവിട്ട് കിടക്കണണ്ട. ഓക്കെ പറയടോ. നല്ലതാണോ? സൂപ്പർ. പ്ലേറ്റുകളൊക്കെ പോകുന്നതാണ്. മീനിന്റെ ഇത് നോക്കട്ടെ. മീനെടുക്കും. പക്ഷെ നല്ലതാണ് പിള്ളേർക്ക് കൊടുക്കാൻ. നല്ല കൊള്ളാം. അയ്യോ കണ്ണ് ബൾബ് പോലെ ഇപ്പൊ പൊട്ടും. അല്ല അത് ചിക്കനൊക്കെ വെക്കുമ്പോ നല്ല നെയ്യുണ്ടാവും. പക്ഷെ ഇത് അതല്ല, ഫിഷ് ബിരിയാണിക്ക് അതല്ലേ ഒരു പ്രത്യേകത. വേറൊരു ടേസ്റ്റ്, വേറൊരു അതാണ്. പിന്നെ കണ്ടു നിൽക്കുന്നവർക്കും അതെ. അപ്പൊ എല്ലാവർക്കും വളരെ നന്ദി. ഒന്നും കൂടെ കഴിഞ്ഞ വീഡിയോയുടെയാണിത്. അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ. ബൈ.